ഒരു മനുഷ്യന്റെ ഉള്ളിൽ വിഷം ചെന്ന് മിനിറ്റുകൾക്കകം മരണം സംഭവിക്കും. നെഞ്ചിലേക്ക് വെടിയേറ്റാൽ ശരീരം തളർന്നു വീഴും. എന്നാൽ സൈനൈഡ് വിഷം വയറ് നിറയെ കഴിച്ചിട്ട് നെഞ്ചിൽ വെടിയുണ്ടയുമായി ഓടി നടന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഒടുവിൽ തണുത്തുറഞ്ഞ നദിയിലെ ഐസ് തുളച്ച് അതിലേക്ക് വലിച്ചെറിയുമ്പോഴും അയാൾക്ക് ജീവനുണ്ടായിരുന്നു. മരിക്കാൻ വിസമ്മതിച്ച ഈ മനുഷ്യൻ ആരായിരുന്നു? ലോക ചരിത്രത്തിലെ ഏറ്റവും നിഗൂഢമായ ഗ്രിഗോറി റാസ്പുട്ടിൻ എന്ന അമാനുഷികന്റെ അത്ഭുതപ്പെടുത്തുന്ന കഥ. 1869 റഷ്യയിലെ സൈബീരിയ എന്ന മഞ്ഞുമൂടിയ വിദൂര ഗ്രാമത്തിലാണ് ഗ്രിഗോറി റാസ്പുട്ടിൻ ജനിക്കുന്നത്. വളരെ ദരിദ്രമായ ഒരു കുടുംബമായിരുന്നു അയാളുടെ. ചെറുപ്പത്തിൽ വിദ്യാഭ്യാസമോ മറ്റു സൗകര്യങ്ങളോ ഒന്നും ലഭിച്ചിരുന്നില്ല. അലഞ്ഞു തിരിഞ്ഞു നടക്കലും അനാവശ്യ കൂട്ടുകെട്ടുകളുമായി നടന്ന അയാൾ പെട്ടെന്നൊരു ദിവസം കുടുംബം ഉപേക്ഷിച്ച് സന്യാസ ജീവിതത്തിലേക്ക് കടക്കുന്നു. റഷ്യയിലെ വിവിധ മഠങ്ങളിൽ അയാൾ യാത്ര ചെയ്തു. ഇവിടെയാണ് റാസ്പുട്ടിന്റെ വിചിത്രമായ സ്വഭാവം പുറത്തു വരുന്നത്. നീണ്ടു വളർന്ന താടിയും വൃത്തിഹീനമായ ശരീരവും ആരെയും ഭയപ്പെടുത്തുന്ന വലിയ കണ്ണുകളുമായിരുന്നു അയാളുടെ. ആളുകളുടെ കണ്ണുകളിലേക്ക് നോക്കി അവരെ ആകർഷിക്കാൻ ഒരു പ്രത്യേക കഴിവ് അയാൾക്കുണ്ടായിരുന്നു. തനിക്ക് രോഗങ്ങളെ സുഖമാക്കാനുള്ള ദൈവീക സിദ്ധിയുണ്ടെന്ന് അയാൾ നാടൊട്ടുക്കും പ്രചരിപ്പിച്ചു. രാത്രികാലങ്ങളിൽ അനാശാസ്യ ജീവിതം നയിക്കുകയും നേരം പുലരുമ്പോൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വിചിത്രമായ ഇരട്ട വ്യക്തിത്വമായിരുന്നു അയാളുടേത്. താമസിയാതെ അയാളെക്കുറിച്ചുള്ള വാർത്ത റഷ്യയുടെ തലസ്ഥാനമായ സെന്റ് പീറ്റേഴ്സ്ബർഗിലും എത്തിച്ചേർന്നു. അക്കാലത്ത് റഷ്യ ഭരിച്ചിരുന്നത് സാർ നിക്കോളാസ് രണ്ടാമൻ എന്ന ചക്രവർത്തിയായിരുന്നു. പുറമേ പ്രതാപശാലിയായിരുന്നെങ്കിലും ആ രാജകുടുംബം ഉള്ളിൽ വലിയൊരു സങ്കടം പേറുന്നുണ്ടായിരുന്നു. അവരുടെ അഞ്ചാമത്തെ കുട്ടിയും സാമ്രാജ്യത്തിന്റെ അടുത്ത അവകാശിയുമായ അലക്സി എന്ന ചെറിയ രാജകുമാരന് ഹീമോഫീലിയ എന്ന അപൂർവ രോഗമായിരുന്നു. രക്തം കട്ട പിടിക്കാത്ത അവസ്ഥ. ചെറിയൊരു മുറിവുണ്ടായാൽ പോലും രക്തസ്രാവം നിലയ്ക്കില്ല. കുട്ടിയുടെ വേദന കുറയ്ക്കാൻ ഡോക്ടർമാർക്കൊന്നും കഴിഞ്ഞിരുന്നില്ല. തങ്ങളുടെ മകൻ ഏത് നിമിഷവും മരിച്ചു പോകുമെന്ന ഭയത്തിലായിരുന്നു സാർ ചക്രവർത്തിയും രാജ്ഞിയും. അങ്ങനെ ഇരിക്കെയാണ് അത്ഭുത സിദ്ധികളുള്ള ഒരു സന്യാസിയെ കുറിച്ച് രാജ്ഞി അറിയുന്നത്. 1905 അവർ റാസ്പുട്ടിനെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. കൊട്ടാരത്തിലെത്തിയ റാസ്പുട്ടിൻ കുഞ്ഞിന്റെ കിടക്കക്കരികിലിരുന്ന് പ്രാർത്ഥിക്കുകയും കുഞ്ഞിനെ തൊട്ട് ശാന്തനാക്കുകയും ചെയ്തു. വിചിത്രമെന്ന് പറയട്ടെ, നിമിഷങ്ങൾക്കകം കുഞ്ഞിന്റെ രക്തസ്രാവം നിലച്ചു. കുട്ടി വേദനയില്ലാതെ ഉറങ്ങി. ഇതൊരു അത്ഭുതമായിട്ടാണ് രാജകുടുംബം കണ്ടത്. എന്റെ മകനെ രക്ഷിക്കാൻ ദൈവമയച്ച ദൂതനാണ് റാസ്പുട്ടിൻ എന്ന് രാജ്ഞി ഉറച്ചു വിശ്വസിച്ചു. അവിടെ നിന്നാണ് റഷ്യൻ സാമ്രാജ്യത്തിന്റെ ചരിത്രം തന്നെ മാറിമറിയുന്നത്. രാജകുമാരന്റെ രോഗം മാറിയതോടെ റാസ്പുട്ടിൻ കൊട്ടാരത്തിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയായി മാറി. രാജ്ഞിക്ക് റാസ്പുട്ടിന്റെ വാക്കുകൾ ദൈവവചനത്തിന് തുല്യമായിരുന്നു. കൊട്ടാരത്തിൽ എന്ത് കാര്യം നടക്കണമെങ്കിലും റാസ്പുട്ടിന്റെ അനുമതി വേണമെന്ന അവസ്ഥയിലായി. മന്ത്രിമാരെ നിയമിക്കുന്നതിൽ വരെ റാസ്പുട്ടിൻ തലയിട്ടു. എന്നാൽ കൊട്ടാരത്തിന് പുറത്ത് റാസ്പുട്ടിന്റെ ജീവിതം മദ്യപാനവും അനാശാസ്യങ്ങളും നിറഞ്ഞതായി. രാജകുടുംബത്തിന് ഒരു സന്യാസി കാരണം അപമാനമുണ്ടാകുന്നത് കണ്ട് ജനങ്ങളും പ്രഭുക്കന്മാരും രോഷാകുലരായി. അങ്ങനെ ഇരിക്കെയാണ് 1914 ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത്. സാർ ചക്രവർത്തി സൈന്യത്തെ നയിക്കാൻ യുദ്ധക്കളത്തിലേക്ക് പോയി. ഇതോടെ റഷ്യയുടെ സമ്പൂർണ്ണ ഭരണം റാസ്പുട്ടിന്റെ കൈകളിൽ അമർന്നു. റാസ്പുട്ടിന്റെ തെറ്റായ ഭരണ തീരുമാനങ്ങൾ കാരണം റഷ്യയിൽ പട്ടിണിയും കലാപങ്ങളും പെരുകി. റാസ്പുട്ടിൻ ജീവിച്ചിരുന്നാൽ റഷ്യ എന്ന രാജ്യം തന്നെ ഇല്ലാതാകുമെന്ന് പ്രഭുക്കന്മാർ തിരിച്ചറിഞ്ഞു. 1916 ഡിസംബർ 29 രാജകുടുംബമായ ഫിലിക്സ് യൂസുപ്പോവ് നേതൃത്വത്തിൽ ഒരു ഗൂഢസംഘം റാസ്പുട്ടിനെ വധിക്കാൻ പദ്ധതിയിട്ടു. റാസ്പുട്ടിനെ വിരുന്നിനായി യൂസുപ്പോവ് പ്രഭു തന്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുന്നു. കൊട്ടാരത്തിന്റെ താഴത്തെ നിലയിലുള്ള രഹസ്യമുറിയിലാണ് വിരുന്നൊരുക്കിയിരിക്കുന്നത്. അവിടെ മേശപ്പുറത്ത് വിഷം കലക്കിയ കേക്കുകളും വൈനും വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മനുഷ്യനെ നിമിഷങ്ങൾക്കകം കൊല്ലാൻ കഴിയുന്ന സൈനൈഡ് വിഷം ചേർത്തിട്ടുണ്ടായിരുന്നു. റാസ്പുട്ടിൻ അത് കഴിച്ചു. ഒളിച്ചിരുന്ന ഗൂഢസംഘം അയാൾ മരിച്ചു വീഴുന്നത് നോക്കി നിന്നു. 10 മിനിറ്റ്, 20 മിനിറ്റ്, അരമണിക്കൂർ. വിചിത്രമെന്ന് പറയട്ടെ, റാസ്പുട്ടിനൊന്നും സംഭവിച്ചില്ല.
ഭയന്നുപോയ യൂസുഫോ പ്രഭു തോക്കെടുത്ത് റാസ്പുട്ടിന്റെ നെഞ്ചിലേക്ക് ഒറ്റ വെടി. അയാൾ നിലത്ത് വീണു. മരിച്ചെന്ന് ഉറപ്പാക്കി പ്രഭുക്കന്മാർ ആഘോഷം തുടങ്ങി. എന്നാൽ അല്പസമയത്തിന് ശേഷം പ്രഭു അടുത്തു ചെന്നപ്പോൾ റാസ്പുട്ടിന്റെ കണ്ണുകൾ മെല്ലെ തുറന്നു. അയാൾ എഴുന്നേറ്റ് പ്രഭുവിന്റെ കഴുത്തിന് ഭ്രാന്തമായി പിടിച്ചു. പേടിച്ചോടിയ പ്രഭുവിന് പിന്നാലെ നെഞ്ചിൽ വെടിയുണ്ടയുമായി റാസ്പുട്ടിൻ കൊട്ടാരത്തിന്റെ മഞ്ഞുമൂടിയ മുറ്റത്തേക്ക്. അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവർ അയാൾക്ക് നേരെ തുടരെ വെടിയുതിർത്തു. തലയിൽ വെടിയേറ്റ റാസ്പുട്ടിൻ മഞ്ഞിൽ വീണു. എന്നിട്ടും മരിച്ചില്ലെന്ന് ഭയന്ന പ്രഭുക്കന്മാർ അയാളെ ചങ്ങല കൊണ്ട് ബന്ധിച്ചു. എന്നിട്ട് തണുത്തുറഞ്ഞ നേവാ നദിയിലെ ഐസ് തുളച്ച് അതിലേക്ക് വലിച്ചെറിഞ്ഞു. 3 ദിവസങ്ങൾക്ക് ശേഷം റാസ്പുട്ടിന്റെ മൃതദേഹം കണ്ടെടുത്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞത് ഞെട്ടിക്കുന്നൊരു വസ്തുതയായിരുന്നു. വെടിയേറ്റോ വിഷം ഉള്ളിൽ ചെന്നോ അല്ല അയാൾ മരിച്ചത്, മറിച്ച് തണുത്തുറഞ്ഞ വെള്ളം ഉള്ളിൽ ചെന്നാണ്. അതായത് നദിയിലെറിയുമ്പോൾ അയാൾക്ക് ജീവനുണ്ടായിരുന്നു. കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുമ്പ് റാസ്പുട്ടിൻ ചക്രവർത്തിക്ക് ഒരു കത്തെഴുതിയിരുന്നു. ഇങ്ങനെയായിരുന്നു ആ കത്ത്: എന്നെ കൊല്ലുന്നത് പ്രഭുക്കന്മാരാണെങ്കിൽ അടുത്ത 2 വർഷത്തിനുള്ളിൽ താങ്കളുടെ കുടുംബവും കൊല്ലപ്പെടും. വിശ്വസനീയമെന്ന് പറയട്ടെ, റാസ്പുട്ടിൻ മരിച്ച് 15 മാസങ്ങൾക്കുള്ളിൽ റഷ്യയിൽ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. സാർ ചക്രവർത്തിയെയും ഭാര്യയെയും 5 മക്കളെയും വിപ്ലവകാരികൾ അതിദാരുണമായി കൊലപ്പെടുത്തി. റഷ്യൻ സാമ്രാജ്യം എന്നേക്കുമായി അവസാനിച്ചു. റാസ്പുട്ടിൻ ഒരു അത്ഭുത മനുഷ്യനായിരുന്നു, അതോ ഒരു വില്ലനായിരുന്നു? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു കഥയുമായി കണ്ടുമുട്ടാം. നന്ദി.